പ്രസിഡന്റ് M.R. വിശ്വൻ അവർ, ഈ ജാഥ നയിക്കുന്ന നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി K.R. അനീഷ് മാസ്റ്റർ, വൈസ് ക്യാപ്റ്റനായിട്ടുള്ള ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത്, ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ കുടിയടത്ത്, നമ്മുടെ ജില്ലയുടെ പ്രഭാരി ശ്രീ ജയസൂര്യൻജി, ഈ ജില്ലയിലെ ഏറ്റവും മുതിർന്ന നേതാവ് നേരത്തെ സംസാരിച്ച ദയാനന്ദൻ മാമ്പുള്ളി അവറുകൾ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള നിരവധി നേതാക്കളുണ്ട്. ഞാൻ എല്ലാവരെയും പേര് വായിക്കുന്നില്ല. നമ്മുടെ മഹിളാ നേതാക്കൾ, അതുപോലെ തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാർ, അതുപോലെ ഈ പദയാത്രയിൽ സന്നിഹിതരായിട്ടുള്ള പാർട്ടി പ്രവർത്തകർ, സഹോദരി സഹോദരന്മാർ, നല്ലവരായ നാട്ടുകാർ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വികസിത ഗുരുവായൂർ എന്നുള്ള തികച്ചും ഭാവാത്മകമായിട്ടുള്ള ഒരു ആശയം മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഒരു പദയാത്രയാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത്. നമുക്കറിയാം, ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ഗുരുവായൂർ. ഈ ലോകത്തിൻ്റെ ഏത് മൂലയിൽ നിന്നും ഭാരതീയരായിട്ടുള്ള ആളുകൾ, ഭാരതീയർ മാത്രമല്ല, ഗുരുവായൂരപ്പനെ, ഭഗവാൻ ശ്രീകൃഷ്ണനെ ഇഷ്ടപ്പെടുന്ന ഭാരതീയരല്ലാത്തവരുമായിട്ടുള്ള ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രമാണ് ഗുരുവായൂർ. ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും പുരാതനമായ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പഴക്കത്തെക്കുറിച്ച് പറയുമ്പോൾ, എത്രയും പഴക്കമുള്ള ഒരു ക്ഷേത്രം നമ്മുടെ രാജ്യത്ത് ചിലപ്പോൾ കണ്ടുവന്ന് വരില്ല. അത്ര വലിയൊരു വിശ്വാസത്തിൻ്റെ കേന്ദ്രമാണ്. ആ പുരാതനമായിട്ടുള്ള ഗുരുവായൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഈ നഗരം, നമ്മൾ അതുമാത്രം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എങ്ങനെ ആവാമായിരുന്ന ഒരു നഗരമാണ്. ആ നഗരത്തെ ഏത് അവസ്ഥയിലാണ് ഇവിടുത്തെ LDFും UDFും കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, നമ്മുടെ പ്രധാനമന്ത്രി 2019 സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം അദ്ദേഹം എങ്ങോട്ടാണ് ആദ്യം വന്നത്? അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ യാത്ര ഗുരുവായൂരപ്പൻ്റെ മണ്ണിലേക്കാണ്. ഗുരുവായൂരിൽ നമ്മൾ അദ്ദേഹത്തിന് വലിയ സ്വീകരണം എന്ന് കൊടുത്തു. ഗുരുവായൂരപ്പനെ കണ്ടു വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താണ് നമ്മളോട്? ഈ ഗുരുവായൂരിന് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതെല്ലാം നിർവഹിക്കാൻ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം പറയണേ, ഞാൻ സന്നദ്ധനാണ്. വെറുതെ പറഞ്ഞു പോയതാണോ? എത്ര കോടി രൂപയുടെ പദ്ധതികൾ ഗുരുവായൂരിന് വേണ്ടിയിട്ട് മോദിജി നമുക്ക് തന്നിട്ടുണ്ട്. ആയിരക്കണക്കിന് കോടി രൂപയുടെ പദ്ധതികൾ ഇവിടെ ഫലപ്രദമായി നടപ്പാക്കിയാൽ തുടർന്നും ലഭിക്കാൻ സാധ്യതയുള്ള ഒരു അവസരം നിങ്ങൾ ആലോചിച്ചു. മോദി, പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അധികാരത്തിലിരിക്കുമ്പോൾ നമുക്ക് ഈ നഗരത്തെ ഒരു സുവർണ നഗരമാക്കി മാറ്റാൻ കഴിയും. ഇവരെന്താ ചെയ്തത്? അമൃത് നഗര പദ്ധതി വന്നപ്പോൾ, ഞാൻ ദയാനന്ദ മാമ്പുള്ളി അവറുകളെല്ലാം പറഞ്ഞു, വിപിനും പറഞ്ഞു, ഞാൻ അതും ഇപ്പോൾ കിടക്കുന്നില്ല. അമൃത് നഗരം വരുമ്പോൾ ഇവരെന്താ പറഞ്ഞത്? ആ പരിപാടിയൊന്നും ഇവിടെ ശരിയാവില്ലെന്നാണ് പറഞ്ഞത്. ഇവരിവിടെ ജാഥ നടത്തിയിട്ടുണ്ടായിരുന്നു അമൃത് നഗരത്തിനെതിരായിട്ട്. എന്നിട്ട് കാശുമായിട്ട് ഇവരെന്താ ചെയ്യുന്നത്? ഞാൻ അവിടെ സ്ഥിരം വരുമ്പോൾ നമ്മളെ ഇത് കാണാം, അവിടുത്തെ കംഫർട്ട് സ്റ്റേഷൻ. പൈസ മുടക്കിയത് മോദി. അതിൻ്റെ അകത്തെ പ്രതിമ ആരുടെയാണ്? ശരിക്കും ആ പ്രതിമയൊക്കെ അടിച്ച് തകർത്ത് എറിയേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. അതിന് എന്ത് അധികാരമാണ് അവിടെ ഒരു പ്രതിമ കെട്ടി വെക്കാൻ? പ്രസാദം പദ്ധതി, അമൃത് നഗരം, എത്രയെത്ര ഗുരുവായൂരിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ഫലപ്രദമായി നടപ്പാക്കാൻ കഴിയുന്ന എത്രയെത്ര കാര്യങ്ങളാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതെല്ലാം ശരിയായി ഇംപ്ലിമെൻ്റ് ചെയ്ത് ഇപ്പോൾ പല പദ്ധതികൾക്കും കാശ് കൊടുത്തതിൻ്റെ എസ്റ്റിമേറ്റ് പോലും അവർ തയ്യാറാക്കിയിട്ടില്ല. അടിച്ചു മാറ്റുകയാണ് എല്ലാം. കാരണം ഈ ഗുരുവായൂർ നഗരത്തെ തകർക്കണമെന്ന് വിചാരിക്കുന്ന ശക്തികളാണ് ഇവിടെ ഭരിക്കുന്നത്, അല്ലേ? ഇവിടുത്തെ MLA ഗുരുവായൂരപ്പനിൽ എന്തെങ്കിലും താല്പര്യമുള്ള ആളാണോ? ഗുരുവായൂർ എങ്ങനെയും നശിച്ചു പോട്ടെ എന്ന് വിചാരിക്കുന്ന ആളല്ലേ? ഇവിടുത്തെ ഭരണസമിതി, മുനിസിപ്പാലിറ്റി എന്താണ് ഇവിടെ ചെയ്യുന്നത്? അവരൊക്കെ എന്താണ് ഉദ്ദേശം? ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുക എന്നുള്ള ഒരു സർക്കാരല്ലേ ഇവിടെ ഉള്ളത്?
ടിപ്പു സുൽത്താനെ പോലും നാണിപ്പിക്കുന്ന ഒരു ഭരണമല്ല ഇവിടെ ഉള്ളത്. ടിപ്പു സുൽത്താൻ അങ്ങ് മൈസൂരിൽ നിന്ന് ഇവിടെ വരെ വന്ന് വൈക്കം വരെ എത്തി. വൈക്കം പത്മനാഭ പിള്ള അവിടെ പിടിച്ചു വെച്ചോണ്ടല്ല, അങ്ങ് തിരുവിതാംകൂർ മുഴുവൻ എത്തുക. എല്ലാ ക്ഷേത്രവും കൊള്ളയടിച്ചു. കുതിരപ്പടയും കാലാൾപ്പടയും സൈനികരെയും ഒക്കെ കൊണ്ടാണ് ടിപ്പു സുൽത്താൻ കൊള്ളയടിച്ചതെങ്കിൽ വാസുവിനെയും ശങ്കർദാസിനെയും പത്മകുമാറിനെയും കടകംപള്ളിയെയും വെച്ചിട്ടാണ് ഈ ചങ്ങാതി കൊള്ളയടിക്കുന്നത്. വ്യത്യാസമൊന്നുമില്ല, രണ്ടും തമ്മിൽ ഒരു വ്യത്യാസമില്ല. അന്നത്തെ കാലത്ത് പട്ടാളത്തിന് കുതിരപ്പട്ടാളം കാലാൾപ്പട്ടാളൊക്കെ വെച്ചിട്ട് മൂപ്പർ കൊള്ളയടിച്ചു പോയി. വാസു, ശങ്കർദാസ്, കടകംപള്ളി, വാസവൻ ഇവരൊക്കെ ചേർന്ന് ഇവർ കൊള്ളയടിക്കുകയാണ്. പോറ്റിയെ വെച്ചിട്ട്. അന്നും ഒരേപോലെയാണ് കൊള്ള, ഇന്നും ഒരേപോലെയാണ്. എങ്ങനെയാണ് കൊള്ള? ആദ്യം ഒരു കള്ളൻ ഒരു വീട്ടിൽ വന്നാൽ എന്താ ചെയ്യുക? കാവൽക്കാരൻ, ഒരു പണം കൊള്ളയടിക്കാൻ നല്ല പൈസക്കാരൻ്റെ വീട്ടാണ് ആദ്യം കാവൽക്കാരനെ അടിച്ച് താഴെ ഇടും, ഇല്ലേ? ആരെ ആദ്യം എടുത്തുകൊണ്ടത്? ദ്വാരപാലകന്മാരെയാണ്. നമ്മുടെ അയ്യപ്പസ്വാമിയുടെ ദ്വാരപാലകന്മാരെയാണ് അടിച്ചു മാറ്റിയത് ആദ്യം. അപ്പോൾ പിന്നെ എന്തായി? കള്ളം പിന്നെ എന്ത് ചെയ്യും? പിന്നെ വാതിൽ പൊളിക്കൂലേ? അയ്യപ്പൻ്റെ വാതിൽ പൊളിച്ചു കൊണ്ടുപോയി. പിന്നെ ചുമര് കുത്തും. അയ്യപ്പൻ്റെ പിന്നെ ചുമരെല്ലാം അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി. അവസാനമാണ് ഷെൽഫ് തുറക്കുക. മഹാപാപികളെ, ഒരു മാസം കൂടി ഹൈക്കോടതി ഇതിൽ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ അയ്യപ്പൻ്റെ വിഗ്രഹം അവിടെ നിന്ന് അടിച്ചു കൊണ്ടുപോയി അതും വിൽക്കുമായിരുന്നു. ഹൈക്കോടതി പറഞ്ഞു, ഞാൻ പറഞ്ഞു കളിയാക്കാൻ പറഞ്ഞല്ല, ഹൈക്കോടതി പറഞ്ഞു അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന കുപ്രസിദ്ധരായിട്ടുള്ള വിഗ്രഹമോഷ്ടാക്കൾ ചെയ്യുന്ന രീതിയിലാണ് ശബരിമലയിൽ മോഷണം നടത്തിയിരിക്കുന്നത്. എല്ലാ ക്ഷേത്രങ്ങളിലും ഇതാണ്. ഒരു ശബരിമലയിൽ മാത്രമല്ല, ലോകം മുഴുവൻ അറിയപ്പെടുന്ന പത്മനാഭസ്വാമി ക്ഷേത്രം തകർക്കാൻ ഇവർ ശ്രമിച്ചിരുന്നു. അന്ന് തിരുവിതാംകൂറിലെ ഹിന്ദുക്കൾ ശക്തമായി പോരാടിയത് കൊണ്ടാണ്. ഓർമ്മയില്ലേ? പണ്ട് അച്യുതാനന്ദൻ പറഞ്ഞതാണ്. കണ്ടോ, അവിടെ പിന്നെ തിരുവിതാംകൂർ കൊട്ടാരത്തിലെ മുതിർന്ന കാരണവർ മൊന്തയായിട്ട് വരും, പായസം കൊണ്ടുപോകാണെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് സ്വർണം കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. എന്നിട്ട് അന്ന് പറഞ്ഞു അത് മുഴുവൻ എടുത്തിട്ട് സർക്കാർ ഖജനാവിലേക്ക് നിക്ഷേപിക്കണം. അന്ന് ശക്തമായി ഇടപെട്ടത് കൊണ്ടാണ് നമ്മൾ അത് എടുക്കാതിരുന്നത്. അപ്പോൾ അത് അങ്ങനെ എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കൊള്ളയടിക്കുന്നത്. ഈ യുവതീ പ്രവേശത്തിൻ്റെ മറവിൽ, കോവിഡിൻ്റെയൊക്കെ മറവിലാണ് ഈ ക്ഷേത്രങ്ങളെല്ലാം. ഇപ്പോൾ എണ്ണാൻ പോയി കറക്റ്റ് നോക്കിയാൽ ഇനി ഗുരുവായൂരിൽ എന്തുണ്ടാവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഗുരുവായൂരിൽ എന്ത് നടക്കുന്നുവെന്ന് അറിയണമെങ്കിൽ ശരിയായൊന്ന് പരിശോധിക്കേണ്ട സ്ഥിതിയാണ്. വൈക്കത്തപ്പൻ്റെ മോഷ്ടിച്ചു, ശാസ്താംകോട്ടയിൽ മോഷ്ടിച്ചു, ഏറ്റുമാനൂരപ്പൻ്റെ മോഷ്ടിച്ചു, ബാലുശ്ശേരി കോട്ടയിൽ എടുത്തുകൊണ്ടുപോയി. അങ്ങനെ അറിയപ്പെടുന്ന എല്ലാ ക്ഷേത്രങ്ങളിലുമുള്ള സ്വർണ്ണശേഖരങ്ങൾ മുഴുവൻ ഇവർ കൊണ്ടുപോയി. അങ്ങനെയുള്ളവർ ഗുരുവായൂർ മുനിസിപ്പാലിറ്റി ഭരിച്ചാൽ ഗുരുവായൂരപ്പന് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവുമോ? നാട്ടുകാർക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവുമോ? നമ്മളൊരു കുടിവെള്ളം, ഞാൻ പറയാം, സത്യം പറഞ്ഞാൽ നമുക്ക് വിഷമമുണ്ട് പറയുമ്പോൾ, ഗുരുവായൂർ ടൗൺഷിപ്പിൽ നമുക്കൊരു നല്ല വെള്ളം കുടിക്കാമെന്ന് ധൈര്യമായിട്ട് നമുക്ക് വിചാരിക്കാൻ പറ്റുമോ? എന്തെങ്കിലും ഒരു അടിസ്ഥാന സൗകര്യം ഇത്രയും പണം നരേന്ദ്രമോദി സർക്കാർ ഈ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി നൽകിയിട്ടും എന്തുകൊണ്ടാണ് അത് ഇങ്ങനെ ആയിപ്പോയതെന്നിടത്ത് ഇവിടുത്തെ വോട്ടർമാരോട് നമ്മൾ പറയണം. വേറെ ഒന്നും നിങ്ങൾ പറയണ്ട. ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിലെ വോട്ടർമാരെ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ചെന്ന് കണ്ട് നിങ്ങൾ പറയണം, ഇത്ര ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവർ കാരണമാണ്, ഇവർ ഭരിക്കുന്നത് കൊണ്ടാണ് ഇതൊന്നും നടക്കാത്തത്. ഒരവസരം ഭാരതീയ ജനതാ പാർട്ടിക്ക് നൽകിയാൽ 1 വർഷം കൊണ്ട് ഗുരുവായൂരിനെ ഏറ്റവും സുന്ദരമായ ഒരു നഗരമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. ഇപ്പോഴാണെങ്കിൽ നമുക്കിവിടെ MP ഉണ്ട്, സുരേഷ് ഗോപി ഉണ്ട് ഇവിടെ MP. എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. വേറെ ഏതെങ്കിലും MP പറ്റി നിങ്ങൾ കേൾക്കുന്നുണ്ടോ? സുരേഷ് ഗോപിനെ കുറെ ചീത്ത വിളിക്കുന്നുണ്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും. എന്താ കാരണം? അദ്ദേഹം ഇടപെടുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ നടപ്പാക്കുന്നുണ്ട്. അപ്പോൾ സുരേഷ് ഗോപി ഇവിടെ MP ആയിട്ടുണ്ട്. വേറെ ഒരു സ്ഥലത്തും നിങ്ങൾക്കതില്ല. ഞാനിപ്പോൾ ഇന്നലെ തിരുവനന്തപുരത്ത് ഇതേപോലെ പദയാത്ര ഉദ്ഘാടനം ചെയ്തു. അവിടെ നമുക്ക് MP ഇല്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ MP ഉണ്ട്. പ്രധാനമന്ത്രി നൽകുന്ന എല്ലാ പദ്ധതികളും നല്ല രീതിയിൽ നടപ്പാക്കാനുള്ള ഒരു MP നമുക്കിവിടെ. അപ്പോൾ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയുടെ ഭരണം ഭാരതീയ ജനതാ പാർട്ടിക്ക് ലഭിക്കേണ്ടത് ഈ നാട്ടിലെ ഓരോ സാധാരണ പൗരൻ്റെയും ആവശ്യമാണ്. ക്ഷേത്രം നഗരം വികസിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇവിടെ ആധ്യാത്മികം മാത്രം പരിപോഷിക്കുന്നതാണോ? അല്ല. മോദി എങ്ങനെയാണ് വാരാണസിയെ വളർത്തിയത്? മോദിയുടെ മണ്ഡലമാണ് വാരാണസി, പ്രധാനമന്ത്രിയുടെ മണ്ഡലമാണ് വാരാണസി. വാരാണസിയിൽ ആദ്യം മോദിജി ചെയ്തത് എന്താണ്? കാശിയെ ലോകോത്തരമായിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട് അദ്ദേഹം മാറ്റി. അപ്പോൾ എന്തായി? ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് തീർത്ഥാടകർ വരുന്നു. പണ്ട് കാശി എങ്ങനെയായിരുന്നു? നമ്മൾ പോയിട്ടുണ്ടായിരുന്നല്ലേ പണ്ട്. തർപ്പണം ചെയ്യാൻ പോയവർക്ക് അറിയാം. നമ്മൾ ബലിയിടാൻ പോകുന്ന ആൾക്കാർ എവിടെ എന്ത് മാലിന്യമുക്തമായിരുന്നു. ഇപ്പോൾ ഒന്ന് പോയി നോക്കണം കാശിയിൽ. സ്വർണ്ണ നഗരമായി പണ്ട് പറഞ്ഞതുപോലെ, അപ്പൊ ഈ സ്വർണ്ണമായി ലങ്ക എന്ന് പറഞ്ഞിട്ട് അതുപോലെ
സ്വർണ്ണ നഗരമായി. അപ്പോൾ നരേന്ദ്രമോദി വാരാണസിയെ എങ്ങനെ മാറ്റി? അതുകൊണ്ട് എന്താ പ്രയോജനം ഉണ്ടായത്? വാരാണസിയിലൂടെ ആ ഉത്തർപ്രദേശ് മുഴുവൻ ജനങ്ങൾക്ക് വികസനം ഉണ്ടായി. അയോധ്യയിൽ രാമക്ഷേത്രം പണിയുമ്പോൾ ഇവരെല്ലാവരും എതിർത്തില്ലേ? നിങ്ങൾ പോയി നോക്കിയപ്പോൾ അയോധ്യയിൽ രാമക്ഷേത്രം പണിതതിന് നന്നാക്കിയതിൻ്റെ പ്രയോജനം ആർക്കാ കിട്ടിയത്? ഇപ്പോൾ BJPക്കാർക്കോ ഹിന്ദുക്കൾക്കോ മാത്രമല്ല, അയോധ്യയില എന്ന് പറയുന്ന ഇരട്ട നഗരത്തിലും അതിന് പരിസര പ്രദേശത്തുള്ള എല്ലാ മനുഷ്യർക്കും ശുദ്ധമായ കുടിവെള്ളം, അടിസ്ഥാന സൗകര്യങ്ങൾ, വിമാനത്താവളം, തൊഴിലവസരങ്ങൾ, ഭൂമിയുടെ വില, അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു അയോധ്യ പുനരുദ്ധാരണം നടന്നതോടുകൂടി ആ ഉത്തർപ്രദേശിന് മുഴുവൻ, ഇനി ആര് ഇവിടെ ഒരു സഹായവും UP ചെയ്തില്ലെങ്കിലും അയോധ്യയിലെയും കാശിയിലെയും പണം ഉണ്ടെങ്കിൽ അതിലൂടെ വരുന്ന റവന്യൂ, അതായത് അമ്പലത്തിൻ്റെ പണം എടുക്കാനല്ല, അതിലൂടെ വരുന്ന മറ്റ് അഡീഷണൽ ആയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, അതിൻ്റെ പേരിലുണ്ടാകുന്ന റവന്യൂ, വരുമാനം, ടാക്സ്, ഇതെല്ലാം കൊണ്ട് UPക്ക് ഇനി ഒരു 500 കൊല്ലം അവിടെ ആളുകൾക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള വരുമാനം ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. അതുകൊണ്ട് ഇതൊരു ചെറിയ സംഭവമല്ല. ഗുരുവായൂരിൽ ഞാൻ പറഞ്ഞ കാര്യം ഒരു ചെറിയ കാര്യമല്ല. നിങ്ങളിത് എല്ലാവരോടും പറയണം. കമ്മ്യൂണിസ്റ്റുകാരോട്, കോൺഗ്രസ്, ലീഗുകാരോട് നിങ്ങൾ പറയണം. ഗുരുവായൂരിൻ്റെ ശരിയായ വികസനം ഉണ്ടെങ്കിൽ തൃശ്ശൂർ ജില്ലയ്ക്ക് മുഴുവൻ അതിനുള്ള പ്രയോജനം. അപ്പോൾ അത് നടപ്പാവണമെങ്കിൽ നല്ലൊരു ഭരണം ഇവിടെ വേണം. അതിനാവട്ടെ ഇത്തവണത്തെ വോട്ടർമാരുടെ സമ്മതിദാനാവകാശം എന്നുള്ള പ്രാഥമികമായ കാര്യം നിങ്ങളെല്ലാവരോടും പറയണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. നല്ല നല്ല എന്ത് കാര്യം ചെയ്താലും ഇവർ കുഴപ്പമുണ്ടാകും. 3 വന്ദേ ഭാരതായില്ലേ? ഇവർ ആദ്യം എന്താ പറഞ്ഞേ? നിങ്ങൾ ഇന്നലെ ഞാനൊരു MP കണ്ടു, പാലക്കാട് MP. ആദ്യ വന്ദേ ഭാരത് വരുമ്പോൾ ഈ ചങ്ങായി അതിൻ്റെ ചില്ലിനടിക്കുകയായിരുന്നു അല്ലേ, കല്ലെറിയിപ്പിക്കായിരുന്നു. ഇന്നലെ ഫസ്റ്റ് കല്ലെറി ആദ്യ വന്ദേ ഭാരത് ഇവിടെ വേണ്ടെന്ന് പറഞ്ഞ ആളാണ്. 1 കഴിഞ്ഞ് 2 കഴിഞ്ഞ് 3 വന്നു. നിങ്ങൾ ആലോചിക്കുക, നമ്മളെ മലയാളി എത്ര പേര് ബാംഗ്ലൂരിൽ കുട്ടികൾ പഠിക്കുന്നുണ്ട്, തൊഴിലിന് പോകുന്നു, എന്തൊരു നല്ല. അപ്പോൾ അവിടെ പരമപവിത്രമതാമീ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ കുട്ടികൾ പാടിയുന്നു. അയ്യോ, ഇതിലെന്താണ് വർഗീയത ഉള്ളത്? ഇതിലെവിടെയാണ് RSS ഉള്ളത്? പരമപവിത്രമായ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങളുണ്ട്. ഇതെന്താണ് വർഗീയത? ആ കുട്ടികളത് പാടിയതുകൊണ്ട് എന്താ കുഴപ്പം? അപ്പോഴേക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് ജാഥ, അവൻ്റെ അങ്ങോട്ട് പോക്ക് ഇങ്ങോട്ട്. മുഖ്യമന്ത്രി ശബരിമലയെ പറ്റിയൊന്നും ഒന്നും മിണ്ടുന്നില്ല, ഇത് കൊള്ളയെ പറ്റിയിട്ടൊന്നും. ആ കുട്ടികൾ ഒരു ദേശഭക്തി ഗാനം പാടിയപ്പോഴും മുഖ്യമന്ത്രി അളവുന്നു, പ്രതിപക്ഷ നേതാവ് അളവും, കുഞ്ഞാലിക്കുട്ടി വരുന്നു, DYFIക്കാർ കല്ലെറിയുന്നു. DYFIക്കാർക്ക് വിവരമല്ല. അവർ ഇന്നലെ അത് കഴിഞ്ഞിട്ട് അവർ തിരുവനന്തപുരത്ത് പാടിയത് സാരേ ജഹാംസെ അച്ഛാ ഹിന്ദുസ്ഥാൻ. എടോ, അതിനകത്ത് ഇതിനേക്കാൾ കൂടുതലുള്ളത് ഇതിനൊക്കെ വിവരമില്ല അല്ലേ? സാരേ ജഹാംസെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന് പറയുന്നതാണോ പരമപവിത്രമതാമീ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ എന്ന് പറയുന്നത്? ഇതുങ്ങൾക്ക് തലയിൽ താമസമില്ലെന്ന് എന്ത് ചെയ്യാൻ പറ്റും? എന്നിട്ട് അവർ സമരം ചെയ്യും. ഞാൻ പറഞ്ഞത്, നമ്മുടെ നാടിന് ഇതുപോലുള്ള വികസനം വരുമ്പോഴെല്ലാം ഇവരുടെ ഒരു നെഗറ്റീവ് രാഷ്ട്രീയം ഉണ്ടല്ലോ, ഇത് അവസാനിപ്പിക്കാനുള്ള സമയമായി. കേരളത്തിന് മോദിയോടൊപ്പം നിന്ന്, NDAയോടൊപ്പം നിന്ന്, ഭരണത്തോടൊപ്പം നിന്ന് വികസന പ്രവർത്തനങ്ങൾ നേടണം. അവർ കുറുനരികൾ ഓലിയിടട്ടെ. നമ്മൾ മുന്നോട്ട്, യാത്രാ സംഘം മുന്നോട്ട് തന്നെ പോകും. ഞങ്ങൾ വീണ്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഇനിയും ഒരു വന്ദേ ഭാരതം കൂടി അടിയന്തരമായിട്ട് കേരളത്തിന് വേണം. അതും കിട്ടും, ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. മോദി എന്ന് പറയുന്ന കേരളത്തെ ഹൃദയത്തിലാണ് സൂക്ഷിക്കുന്നത് അല്ലേ? അല്ലെങ്കിൽ ഗുരുവായൂരിലേക്ക് ആദ്യം വരണ്ടല്ലോ. എത്ര ക്ഷേത്രങ്ങളുണ്ട്, വാരണസിയുണ്ട്, അയോധ്യയുണ്ട്, മധുരയുണ്ട്, എല്ലായിടത്തുണ്ട്. എന്താ മോദി ഇവിടെ വന്നത്? മോദിക്കറിയാം ഗുരുവായൂരപ്പൻ എന്താണ്, ഗുരുവായൂർ എന്താണ്, മലയാളികൾ എന്താണ്, കേരളം എന്താണ്. അപ്പം മലയാളികളെ, കേരളത്തെ ഇത്രയും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു പ്രധാനമന്ത്രിയുമില്ല. ഈ അവസരം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഗുരുവായൂരിലെ എല്ലാ വോട്ടർമാരോടും നിങ്ങൾ പറയണം, അനീഷ് മാഷും അനിലും ഈ ജാഥ പൂർണ്ണമാവുമ്പോൾ അത് ആ ജാഥയിൽ അവസാനിക്കരുത്. ഓരോ വീട്ടിലും, ഓരോ ഹൃദയത്തിലും. വേറെ ഒരു കാര്യവും നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും ഈ ഒരൊറ്റ ഡെവലപ്മെൻറ്റ് ഇവിടെ പൂർത്തിയാക്കിയാൽ ഗുരുവായൂർ വരുന്നവർക്കും ഗുരുവായൂരിൽ താമസിക്കുന്നവർക്കും ഈ ജില്ലയിലുള്ളവർക്കും ഏറ്റവും നല്ല അവസരമായിരിക്കും. അതിന് നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി മുൻകൈയെടുത്ത് അടുത്ത ഡിസംബർ 10-12 ആകുമ്പോൾ വോട്ടെണ്ണി കഴിയുമ്പോൾ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയുടെ ഭരണം BJPയുടെ കയ്യിൽ ഒരു മുനിസിപ്പൽ ചെയർമാനോ ചെയർപേഴ്സണോ, എന്താണ് വനിതയാണോ ഇവിടെ, എന്താണ് ചെയർപേഴ്സണോ ഇവിടെ വേണം. അതിന് നിങ്ങൾ ഉറപ്പായിട്ട് സുരേഷ് ഗോപി പറഞ്ഞ പോലെ തൃശ്ശൂർ മാത്രം ഇങ്ങ് എടുത്താൽ പോരാ, ഗുരുവായൂരും ഇങ്ങ് എടുക്കണമെന്ന് നിങ്ങളോട് എല്ലാവരോടും വിനയത്തോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പദയാത്ര ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കും. നിങ്ങൾക്ക് നമസ്കാരം. ഭാരത് മാതാ കി